പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇസ്രായേലിൽ നിന്നാണെങ്കിലും അതിനിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുള്ളത് ഇറാനിലാണെന്ന് പറയേണ്ടി വരും. കാരണം ഇറാനിന്റെ വിദേശകാര്യമന്ത്രി ഇന്ന് സൗദി സന്ദർശനത്തിനായി തയ്യാറെടുക്കുകയാണ്. ഈ ഒരു ആക്രമണത്തിന് ശേഷം അദ്ദേഹം നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സിറിയയുടേതായാലും ലെബനനിൻ്റെതായാലും അതോടൊപ്പം തന്നെ ഖത്തറിൻ്റെ ആയാലും ഇപ്പോഴത് സൗദിയുടെ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്താൻ സൗദിയിലേക്ക് പുറപ്പെടുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് ഒരു നിർണായക നീക്കമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇറാന് നേരെ ഒരു ആക്രമണം ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ മുതിർന്നാൽ അതില് തങ്ങളുടെ വ്യോമപാത ഇത്തരം അറേബ്യൻ രാജ്യങ്ങൾ തുറന്നു കൊടുക്കരുതെന്ന കൃത്യമായ നിർദ്ദേശം ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളോട് അനുകൂലമായ സമീപനമാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുള്ളത് എന്നതാണ് ഇതുവരെയും നമുക്ക് മനസ്സിലാക്കിയ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഇറാനിന്റെ പരമോന്നത നേതാവ് അലി ഖമേനിക്ക് സുന്നി രാജ്യങ്ങളുടെ സുന്നി പണ്ഡിതന്മാരായ 3000-ഓളം ആളുകൾ ചേർന്ന് കത്തെഴുതിയിരിക്കുകയാണ് അലി ഖമേനിക്ക്. ഇത് നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇസ്രായേലിനെതിരെ ഇറാൻ ഇത്തരത്തിൽ നടത്തിയ ഒരു ആക്രമണത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടും അതിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ടുമാണ് സുന്നി പക്ഷത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ പരമോന്നത നേതാവും അതോടൊപ്പം തന്നെ ഷിയ നേതാവും കൂടിയായ അലി ഖമേനിക്ക് കത്തെഴുതിയിരിക്കുന്നത്. ഇത് ഒരു നിർണായക നീക്കം തന്നെയാണ്. കാരണം ഇസ്രായേലി വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടങ്ങൾ സുന്നി ഷിയ ഭിന്നതകൾക്കപ്പുറം ഇരുഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത്. തൂഫാനുൽ അക്സ തുടങ്ങി വെച്ചത് ഹമാസ് ആണെങ്കിൽ ഇപ്പോൾ അതിൽ പങ്കാളികളായിരിക്കുന്നത് ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഹൂത്തികളും ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യുദ്ധമുന്നണിക്ക് ഇറാൻ രൂപം കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ യുദ്ധം പൂർണ്ണമായിട്ടും ഇറാന്റെ അധീനതയിൽ വരുന്ന രീതിയിൽ ഒരു സഖ്യത്തെ ഇറാൻ രൂപപ്പെടുത്തുകയാണ്. മുഴുവൻ സംഘങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമുന്നണിക്ക് ഇറാൻ കോപ്പുകൂട്ടുകയാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സന്ദർശനം എന്നുള്ളത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രത്യേകിച്ചും സൗദി പോലെയുള്ള ഒരു ഭിന്നാഭിപ്രായം നിൽക്കുന്ന ഒരു രാജ്യത്തെ സന്ദർശനം എന്നുള്ളത് ഈ ഒരു സമയത്ത് വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിലും ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ നേരിട്ടു. അത്തരം മിസൈലുകൾ പതിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതും ഇന്നത്തെ ദിവസത്തെ ഒരു നിർണായക നീക്കമാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗസയിലും ലെബനനിലും ആക്രമണം തുടരുകയാണ്. സിവിലിയൻസിനെ കൊന്നൊടുക്കുന്ന തങ്ങളുടെ യുദ്ധമുറകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുള്ള സ്റ്റെപ്പ് എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം തങ്ങൾക്ക് എതിരായ രാജ്യങ്ങളെ പോലും തങ്ങളുടെ PRO വർക്ക് കൊണ്ട് അവരെ ഒന്നിച്ചു നിർത്താനും അല്ലെങ്കിൽ അവരെ എതിരല്ലാത്ത രീതിയിൽ നിർത്താനും പൂർണ്ണമായിട്ടും അമേരിക്കൻ ഇസ്രായേൽ വ്യവസ്ഥിതിക്കുള്ളിൽ നിൽക്കുന്ന രാജ്യങ്ങളെ പോലും തങ്ങൾക്ക് അനുകൂലമായി നിർത്താനും ഇറാന് സാധിച്ചാൽ അത് ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ പ്രശ്നമായിട്ട് മാറും. ഇത്തരം രാജ്യങ്ങളിൽ ബേസുകളുള്ള അമേരിക്കക്ക് ആ ബേസുകൾ പൂർണ്ണമായിട്ടും ഇറാന് നേരെയുള്ള ഒരു ആക്രമണത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്.